നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം ഇതാ ഞായറാഴ്ച ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഈ കളി. ആര് തമ്മിലാ കളി? എൽ ക്ലാസിക്കോ പോരാട്ടമല്ലേ? റയലും ബാഴ്സയും തമ്മിൽ ഇതിനു മുമ്പ് സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഇതേ സൗദി അറേബ്യയിൽ ഏറ്റുമുട്ടിയപ്പോൾ കഴിഞ്ഞ വർഷം കിരീടം കൊണ്ടുപോയത് FC ബാഴ്സലോണയായിരുന്നു. ബാഴ്സയുടെ കിരീട നേട്ടങ്ങളുടെ തുടക്കം, കഴിഞ്ഞ വർഷത്തെ കിരീട നേട്ടങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. പിന്നെ ബാഴ്സ റയലിനെ വീണ്ടും മറ്റൊരു ഫൈനലിൽ, കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ തോൽപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. കഴിയുമോ അതിനൊരു പ്രതികാരം ചെയ്യാൻ റയൽ മാഡ്രിഡിന് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തിബോട്ട് കോർട്ടുവ അതിനെക്കുറിച്ച് പറയുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിലേക്ക് പ്രവേശനം ഉറപ്പിച്ച ആ രാത്രി, അതായത് ഇന്നലത്തെ രാത്രി, തിബോട്ട് കോർട്ടുവ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച വിജയിച്ചേ പറ്റൂ. കഴിഞ്ഞ വർഷം 2 ഫൈനലുകളാണ് ഞങ്ങൾ അവർക്കെതിരെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വിജയിച്ചേ പറ്റൂ. അവർക്കും ഇതേപോലെ ഫീലിംഗ് ആയിരിക്കും, ജയിക്കണമെന്ന ഫീലിംഗ് തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങൾ ലീഗിൽ ഇത്തവണ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അവർക്ക് അതിൻ്റെ റിവഞ്ച് എടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ 2 ഫൈനൽ മത്സരങ്ങൾ തോറ്റതിൻ്റെ റിവഞ്ചുണ്ട്. നല്ല പോരാട്ടം തന്നെ നടത്തുമെന്ന് തിബോട്ട് കോർട്ടുവ പറയുന്നു. സംഭവം മനസ്സിലായില്ലേ? ഈ സീസണിലെ ലലീഗയിലെ ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയെ 2-1 സാന്റിയാഗോ ബെർണാബുവിൽ പരാജയപ്പെടുത്തിയിരുന്നു. അതിലൊരു പക്ഷേ റിവഞ്ച് എടുക്കണമെന്ന് ബാഴ്സക്ക് ഉണ്ടാകുമായിരിക്കാം, അവർക്കും സെയിം ഫീലിംഗ് ആവും. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ 2 ഫൈനലുകളാണ് അവരോട് തോറ്റിട്ടുള്ളത്. അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ എന്ന് തിബോട്ട് കോർട്ടുവ പറയുമ്പോൾ ഒരർത്ഥത്തിൽ ചരിത്രവും അവർക്ക് പിന്തുണയായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഇപ്പോഴുള്ള രൂപത്തിലേക്ക് 4 ടീമുകൾ കളിക്കുന്ന രൂപത്തിലേക്ക് സൂപ്പർ കോപ്പ ഡി എസ്പാന മാറിയതിന് ശേഷം ഒരു ടീമും തുടർച്ചയായിട്ട് 2 തവണ സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടിട്ടില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.